മിഡിൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് പോകുമ്പം ഞാൻ കീ ഹോളിൽ പറഞ്ഞ പോലെ തന്നെ ഈ മെയിൻ പാർട്ട് ഇതിൻ്റെയും ഈ മിഡിലിൽ കറക്റ്റ് വന്നിട്ട് ഇങ്ങനെ നിൽക്കണം. ഇതുപോലെ കറക്റ്റ് പ്ലേസ്ഡ് ആവണം ഇതിങ്ങനെ. എന്നിട്ട് അങ്ങനെ പിൻ ചെയ്ത് പോയാൽ മതി. ഈ ഒരു നെക്ക് ഷേപ്പൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കീ ഹോളിൻ്റെ പാർട്ട് മാത്രമാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത്. ഇത് ഇനി നല്ലപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സീം പ്രസ് ചെയ്തിട്ട്. ഇനി ഇത് ഈ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്ത് ഹെം ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കുറച്ച് തുണി എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. അതേ ഷേപ്പിൽ തന്നെ ഈ ഒരു അറ്റത്ത് ഇങ്ങനെ ഒരു 1/4 ഇഞ്ചോ ഒക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവിടെ കാണരുത്, ഇങ്ങനെ ജസ്റ്റ് കറക്റ്റ് ഇങ്ങനെ വരണം. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല. ഇനി ഇൻ കേസ് അങ്ങനെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതേ ഷേപ്പിലൊന്ന് ട്രിം ചെയ്ത് പോയാൽ മതി.